പേപ്പറിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. നിങ്ങളുടെ NMS മത്സര പരീക്ഷയ്ക്ക് 2 പേപ്പറാണുള്ളത്. ഒന്ന് മാറ്റ്, മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, ടോട്ടൽ 90 മാർക്സ് ആണ്. മറ്റൊന്ന് സാറ്റ്, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിലാദ്യം വരുന്ന പേപ്പർ മക്കൾക്കറിയാം എന്തായിരുന്നു? സോഷ്യൽ സയൻസ് ആണ്. 35 മാർക്ക്. 90 സാറ്റിനും 90 മാറ്റ് പേപ്പറിലും കിട്ടി. 180 ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. നിശ്ചിത എണ്ണം കുട്ടികൾക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് തുക കൊടുക്കൂ. നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 2 ടിക്ക് കാണാം, പച്ച മഷികൾ. അതിലൊരു ടിക്ക് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്കോളർഷിപ്പ് എലിജിബിൾ ആണോ എന്നാണ്. ഇപ്പൊ മിനിമം മാറ്റും സാറ്റിലും കൂടി ആയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 36 വീതം മാർക്ക് നേടിയിട്ട് 72 എബോവ് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് +1 അപേക്ഷയ്ക്ക് ഗുണം ചെയ്യും. പക്ഷേ സ്കോളർഷിപ്പ് തുക കൊടുക്കുന്നത് ആ ജില്ലയിലെ നിശ്ചിത എണ്ണം കുട്ടികൾക്കാണ്. ഇപ്പൊ കോഴിക്കോട് ജില്ലയില് 345 പേർക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ 345 ടോപ്പ് മാർക്കുള്ള കുട്ടികളെ സെലക്ട് ചെയ്യും. തിരുവനന്തപുരം ജില്ലയിലും അങ്ങനെയാണെങ്കിൽ അതിൽ ആ പരിധിയിൽ വരുന്ന കുട്ടികളെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ട് ഓഫ് മാർക്ക് ഇപ്രാവശ്യം എല്ലാവരും ഒരു 150 മനസ്സിൽ കണക്കാക്കുക. 150ന്റെ മേലെ കിട്ടണമെന്ന് വിചാരിക്കുകയും ചെയ്യാം. അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യും. ശരി, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഞാൻ ആദ്യത്തെ ചോദ്യം എടുക്കുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. മക്കളോട് കഴിഞ്ഞ 2023 സാറ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്റെ കൈവശമുള്ളത്. ഞാൻ പറയുന്നത് കോഹോസ്റ്റായ കുട്ടികൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഒന്ന് സ്പീഡിൽ മറുപടി പറയണം. ഞാൻ ആരോഗ്യം പറയാൻ സമയമില്ല. പെട്ടെന്ന് മറുപടി പറയണം കോഹോസ്റ്റ് ആകുന്ന കുട്ടികൾ. ആടുന്ന് ആലോചിക്കരുത്. നിങ്ങളുടെ മൈക്ക് ആവശ്യത്തിനനുസരിച്ച് ഓൺ ചെയ്ത് പറയാം. ശരി, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം എന്താണെന്ന് നോക്കിക്കോളൂ. Which of the following is the simplified form? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലഘുരൂപം ഏത് എന്ന് ചോദിക്കും. ഇവിടെ കണക്ഷൻ എപ്പോഴും മത്സര പരീക്ഷയ്ക്ക് 1, 2, 3 ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡില് സ്ക്വയർ റൂട്ട് മക്കൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ചിഹ്നവും നമുക്കറിയാം. എന്നിട്ട് സ്ക്വയർ നമ്പറും ഫ്രാക്ഷനുമായിട്ടും സ്ക്വയർ നമ്പറും ഡെസിമലായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ്, എന്നിട്ട് 0.324 into 0.049 ഡിവൈഡഡ് ബൈ, അവിടെ അടിയിൽ സ്ക്വയർ റൂട്ട് ഇല്ല, ഡിവൈഡഡ് ബൈ 0.0021 എന്നാണ് എന്ന സംഖ്യയാണ് നിങ്ങൾ അതിന്റെ ലഘുരൂപത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വന്നു. പിന്നെ നിങ്ങൾക്ക് ഡെസിമൽ വന്ന സംഖ്യകൾ വന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഡിവിഷൻ വന്നു, മൾട്ടിപ്ലിക്കേഷൻ വന്നു. ഇതാണ് മത്സര പരീക്ഷയുടെ ചോദ്യങ്ങൾ. ഞാൻ ഇതിന്റെ ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും
ഇത് കറക്കി കുത്താതെ കൃത്യമായി ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാം. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 0.6, ഓപ്ഷൻ ഡി 0.06. Is the simplified form of root 0.324 into 0.004 by 0.0021. ശരി. A 6, B C 0.6, D 0.06. വെരി ഗുഡ്. ഞാൻ ആ ഓപ്ഷൻസ് തൽക്കാലം ഒന്ന് മായ്ക്കുകയാണ്. നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാനുള്ള ഒരു സമയം ആയിരുന്നു. എങ്ങനെയാണ് ചെയ്യാന്ന് പറയാൻ നോക്കാം. ഇതൊക്കെ 1 മിനിറ്റ് കൊണ്ട് മക്കളെ ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ റൂട്ട് ഓഫ് 0.324 ഇത് ഒരു പ്രാവശ്യം ഞാൻ ചെയ്യും. എല്ലാ മക്കളും ആ ഒരു പ്രാവശ്യം ചെയ്തത് കണ്ട് പഠിക്കുക, മനസ്സിലാക്കുക, അതിനുശേഷം സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സുകളിൽ ഇത് പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഇതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് അത് നോക്കി മനസ്സിലാക്കുക. ശരി, സിംപ്ലിഫൈഡ് എന്ന് പറഞ്ഞാൽ ലഘുരൂപം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു 16/64 എന്ന സംഖ്യയുടെ സിംപ്ലിഫൈഡ് ഫോം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഘട്ടത്തിൽ ഇത് ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കും. തുടക്കത്തിൽ അങ്ങനെയാണല്ലോ പഠിക്കുക. 16ന്റെ പകുതി 8ഉം 64ന്റെ പകുതി 32 നിങ്ങൾ എഴുതി നോക്കും. വീണ്ടും നിങ്ങൾക്ക് തോന്നുന്നു ഇത് വീണ്ടും നിങ്ങൾ പകുതിയാക്കിയാൽ എന്താണ്? 8ന്റെ പകുതി 4 എന്നും 32ന്റെ പകുതി 16 എന്നും എഴുതി നോക്കും. മൈക്ക് ഓൺ വെച്ചത് ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. 4 എന്നതിന്റെ പകുതി 2 എന്നും 16ന്റെ പകുതി 8 എന്നും എഴുതി നോക്കും. വീണ്ടും 2ന്റെ പകുതി 1 ആണെന്നും അതുപോലെ 8ന്റെ പകുതി 4 ആണെന്നും പറയുമ്പോൾ അവിടെ 16/64ന്റെ ലഘുരൂപം സിംപ്ലിഫൈഡ് ഫോം 1/4ലേക്ക് നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് എത്തും. അതേ സമയത്ത് ചില കുട്ടികൾ അതൊന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യും. ഇപ്പോൾ 16/64 ഇപ്പോൾ ഞാനിവിടെ എഴുതിയത് കൃഷ്ണേന്ദു കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ആ 16/64 എന്ന സംഖ്യയെ 16ന്റെയും 64ന്റെയും HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ നിങ്ങൾ പഠിച്ചതാണ് 6ാം ക്ലാസ്സിൽ. കോമൺ ഫാക്ടർ 16 തന്നെയാണ്. അപ്പൊ ഇതിനെ 16നെ 16 കൊണ്ട് ചുരുക്കിയാൽ 1 കിട്ടുന്നു. അതുപോലെ 64-ല് 16 4 തവണ കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ 1/4ലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചില കുട്ടികൾ അതിന് സ്മാർട്ടായിട്ട് ചെയ്യുന്നു. 16/64ലെ മേലെയും ഒരു 6 താഴെയും ഒരു 6, ഈ 6ഉം ഈ 6ഉം ഒഴിവാക്കുന്നു. അത് ചെറിയൊരു തമാശയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാലും ആ കുട്ടികൾ 6 കണ്ടപ്പോൾ താഴെയും മേലെയുള്ള 6 ഒഴിവാക്കിയപ്പോൾ 1/4 കിട്ടി. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ ഒരു ഷോർട്ട് ഫോമിലേക്ക്, സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. 4 എന്നതിനെ നമുക്ക് 324/1000 എന്ന് എഴുതാമല്ലോ. അപ്പൊ നിങ്ങൾ കൊണ്ട് സാധിക്കുന്നതൊക്കെ ചെയ്തു നോക്കാം. ഇൻഡു അങ്ങനെയാണെങ്കിൽ മോളെ 0.049നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 49/1000. 49/1000 എന്നും എഴുതാം. അപ്പം ഏകദേശം ഇത് ഇങ്ങനെയാക്കി മാറ്റി.
divided by 0.0021. ഇതുവരെ മനസ്സിലായവർ യെസ് എന്നുള്ളത് പറയൂ. Yes. 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 ശരി, യെസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകാം. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നേരിട്ടും അല്ലാതെ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ ബൈഹാർട്ടാക്കാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 324ന്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്രയാണ് 324ന്റെ സ്ക്വയർ റൂട്ട്? കൃഷ്ണൻ 18. വെരി ഗുഡ്. സ്ക്വയർ നമ്പേഴ്സ് 30 വരെയുള്ള പഠിച്ചിട്ടില്ലെങ്കിൽ NMS തന്നെ ലേശം പണിയാണ്. അതുപോലെ പ്രൈം നമ്പേഴ്സും ആദ്യത്തെ 25 എണ്ണം പഠിച്ചു വെക്കണം. അത് കണക്ട് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാം. നിങ്ങൾ NMSക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തുക നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങൾ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിക്കാത്തവരാണ്. അങ്ങനെ പഠിച്ച കുട്ടികൾക്ക് സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഈ ഒഴിവ് സമയത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. 30ന്റെ സ്ക്വയർ 900 വരെ, 1 മുതൽ 900 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് അതിൽ ഏത് കിട്ടിക്കഴിഞ്ഞാലും സ്ക്വയർ റൂട്ട് അറിയാൻ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ 324ന്റെ സ്ക്വയർ റൂട്ട് 18 ആണെന്നും 49ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 7. 7 ഡിവൈഡഡ് ബൈ. ഇനി 1000 2 തവണ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. 2000 തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? ശ്രദ്ധിച്ചോളൂ കൃഷ്ണോ, ഞാൻ ഇതിന്റെ ഉള്ളിൽ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? കൃഷ്ണ എഴുതും. പറഞ്ഞു, കൃഷ്ണ എന്ത് പറഞ്ഞു ആർക്കും പറയാം. ഞാൻ ഇതിന്റെ ഉള്ളിൽ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 10 ആണ്. എങ്കിൽ മോളെ ഞാൻ ഇതിന്റെ ഉള്ളിൽ 10 × 10 എന്ന് എഴുതി സ്ക്വയർ റൂട്ട് എഴുതി കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് എത്രയാണ്? അതും 10 തന്നെയല്ലേ? അതും 10 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്റെ ചോദ്യം, മൈക്കിന്റെ ബ്യൂട്ടിയെ കോഹോസ്റ്റായ കുട്ടികൾ, ഇവിടെ എന്റെ ചോദ്യം, ഞാൻ ഇതിന്റെ ഉള്ളിൽ 2000 വെച്ച് ഗുണിക്കുന്നു എങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് 2000ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 2000 1000 × 1000 അതിന്റെ സ്ക്വയർ റൂട്ട് 1000 ആയിരിക്കും. അപ്പൊ നമുക്ക് മേലുള്ള റൂട്ട് അങ്ങ് ഒഴിവാക്കി കിട്ടി 1000. ഒന്നുകൂടി പറയാം, ഇവിടെ 324/1000 എന്നും 0.049 49/1000 എന്ന് എഴുതി കഴിയുമ്പോൾ 324ന്റെ സ്ക്വയർ റൂട്ട് 18 ആണെന്നും 49ന്റെ സ്ക്വയർ റൂട്ട് 7 ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ 1000 × 1000 എന്നതിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ 1000 എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഈ റൂട്ട് ചിഹ്നം അങ്ങോട്ട് ഒഴിവായി. ഡിവൈഡഡ് ബൈ. പറയൂ കൃഷ്ണൻ, ഡിവൈഡഡ് ബൈ എത്രയാണ്? ഡിവൈഡഡ് ബൈ അതുകൂടെ ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞാൽ പോലെ. എത്രയാണ്? 0.0. അപ്പൊ നമ്മൾ കളിച്ച് ഇതിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതെന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ ഏറ്റവും അടിയില് ഡിനോമിനേറ്ററില് 0.0021 എന്നുണ്ട്. അതൊഴിവാകാൻ, ആ ഫ്രാക്ഷൻ, ആ ഡെസിമൽ ഒഴിവാകാൻ ഞാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 0.0021 എന്നതിലെ 4 ഡെസിമൽ സ്ഥാനം ഉണ്ടെങ്കിൽ അതൊഴിവാക്കാൻ ഞാൻ എത്ര പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം? 4 0. 4 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പൊ 1 2 3 4. ഇവിടെ ഗുണിച്ചാൽ മേലെയും ഗുണിക്കണം എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാത്രം ഗുണിച്ചാൽ പോരല്ലോ, മേലെയും ഗുണിക്കണം, അതേ സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഇനി ഈ ഭാഗം ഞാൻ ഒന്ന് തൽക്കാലം ഒന്ന് ഒഴിവാക്കണം.
എന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഇതൊരു നല്ല ചോദ്യമാണ്. നന്നായിട്ട് ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യണം. ദിവസവും ഈ ചോദ്യം പ്രാക്ടീസ് ചെയ്യും. ശരി, നമുക്ക് ആ കിട്ടിയ കാര്യം ഇങ്ങോട്ട് എഴുതാം. 18 × 7 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഈ 4 സ്ഥാനമുള്ള ഈ സംഖ്യയെ, ഡെസിമൽ കഴിഞ്ഞിട്ട് 4 സ്ഥാനമുള്ള സംഖ്യയെ 10,000 കൊണ്ടങ്ങ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് 21 മാറും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 10,000 കൊണ്ട് ഗുണിച്ചപ്പോൾ ഇവിടെയും 10,000 കൊണ്ട് ഗുണിക്കണം എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ജോലി കഴിഞ്ഞല്ലോ, നമ്മളെ ജോലി കഴിഞ്ഞു. ഇവിടെ 1000 തമ്മിൽ ഒഴിവായി. ഇവിടുന്ന് 3 പൂജ്യം എടുത്തു കഴിഞ്ഞാൽ 1000 കൊണ്ടുള്ള ഡിവിഷനായി. 10,000ത്തെ 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള 3 പൂജ്യം ഒഴിവാകുന്നു, ഇവിടെയുള്ള 3 പൂജ്യവും ഒഴിവായി കഴിഞ്ഞു. ഇനി എന്തൊക്കെയാ ഉള്ളത് നോക്കിക്കോളൂ. 18 × 7 × ഒരു 10 അവിടെ കിടക്കുന്നുണ്ട്. 10 × ഡിവൈഡഡ് ബൈ 21 എന്ന് കിട്ടുന്നു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചാൽ, അത് നിങ്ങൾക്ക് എളുപ്പമാണ്. 7 7 1 പ്രാവശ്യം, 21 7 3 പ്രാവശ്യം, 3 3 1 പ്രാവശ്യം. ഇവിടെ നമുക്ക് 18 3 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 6 പ്രാവശ്യം. ഇനി 6 × 1 × 10 മാത്രമേ ഉള്ളൂ. എത്രയാണ് 6 × 10? 60. നിങ്ങളുടെ ഓപ്ഷനിൽ 60 ഉണ്ടായിരുന്നു. 0.324 × 0.049 ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കണേ, ഈ ഡിവൈഡഡ് ബൈ എവിടെയാണ്? റൂട്ടിനുള്ളിൽ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ റൂട്ടിന്റെ പുറത്തേക്ക് വന്നു. 0.0021 എന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതാണ് ക്വസ്റ്റ്യൻ. അതില് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ റൂട്ടിന്റെ ഉള്ളില് ഉള്ള ഈ ഡെസിമലായ 0.324 നിങ്ങൾക്ക് 324/1000 എന്ന് എഴുതാം. അതെന്തുകൊണ്ടാണ് മക്കളെ ഞാൻ അതിനെ 324/1000 എന്ന് എഴുതിയത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ 1000 തമ്മിൽ ഗുണിച്ചിട്ട് 10 ലക്ഷത്തിലേക്കൊന്നും വരണ്ട. 2000 ഉണ്ടെങ്കിൽ 1000 ആയിരിക്കും റൂട്ടിൽ വരിക, സ്ക്വയർ റൂട്ട് കിട്ടും. ഡിവൈഡഡ് ബൈ, മഴ പെയ്യുന്നത് ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ശരി, സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടാവും. ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതാണ് 0.0021 എന്നുള്ള സാധനം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി എഴുതാൻ പ്രശ്നമൊന്നുമില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതിങ്ങോട്ട് മാറ്റി. ഇവിടെ നമുക്ക് ഈ ഡെസിമലിനെ ഒഴിവാക്കണം. ഈ ഡെസിമലിനെ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്നത് 0.0021 എന്നത് ഒഴിവാക്കാൻ നമ്മൾ അവിടെ 4 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് കൂടിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. അപ്പൊ 4 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചു. അങ്ങനെ ഗുണിച്ചതിന് ശേഷം ഇനി ലഭിക്കുന്നത് 18 × 7 × 10,000 ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു 1000 ഉണ്ടല്ലോ, 1000 ഡിവൈഡഡ് ബൈ, ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 21 എന്ന സാധാരണ സംഖ്യയിലേക്ക് വരും. ഇനി നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും? ഈ 1000-ലും 10,000 തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ് കിട്ടുക.
ഇവിടുന്ന് 3 0 വെട്ടി, അപ്പൊ ഇവിടുന്ന് 3 0 ഒഴിവാക്കി. ഇപ്പൊ 10 കിട്ടും. അപ്പൊ നമുക്ക് 18 ഇൻറ്റു 7 ഇൻറ്റു 10/21 വരും. ഇത് വീണ്ടും നമ്മൾ ചുരുക്കുമ്പോൾ 21-ല് 7 തമ്മിൽ ചുരുക്കാം. 7 7 ഒരു പ്രാവശ്യം, 21-ല് 3 7 21. ഇനി 18 3 തമ്മിൽ ചുരുക്കാം. 3 3 ഒരു പ്രാവശ്യം, 18-ല് 6 കിട്ടും. 6 ഇൻറ്റു 1 ഇൻറ്റു 10 60 നമ്മുടെ ആൻസർ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ സ്ഥലത്തിൽ yes എന്ന് പറയാം. The smallest number that must be subtracted from 1729 to make perfect number. To make a perfect number എന്നല്ല, പെർഫെക്റ്റ് ക്യൂബ് എന്നാണ്. ഈ പെർഫെക്റ്റ് നമ്പർ എന്നും പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാലും 3 സാധനമാണ്. നോക്കിക്കോളൂ, ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 എന്ന സംഖ്യയുടെ സ്ക്വയർ നമ്പർ 3 ഇൻറ്റു 3 3 സ്ക്വയർ സമം 9 അത് ഒരു 9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പക്ഷെ 3 എന്ന സംഖ്യയുടെ ക്യൂബ്, പെർഫെക്റ്റ് ക്യൂബ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. അത് 27 അപ്പൊ ഇതിന്റെ മലയാളം ഞാൻ പറയാം. ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 1729 ടു മേക്ക് എ പെർഫെക്റ്റ് ക്യൂബ് എന്നാണ്. എന്ന് പറഞ്ഞാൽ 1729 എന്ന സംഖ്യയിൽ നിന്ന് ഏത് സംഖ്യ മൈനസ് ചെയ്താലാണ് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകുക. അതിന് പറയുന്നത് ഘനസംഖ്യ എന്നാണ്. നമ്മൾ അതിന്റെ മലയാളം പറഞ്ഞത് ഘനസംഖ്യ. എന്താണ് ഈ പെർഫെക്റ്റ് ക്യൂബ്? 1 മുതൽ 12 വരെയുള്ള ക്യൂബിക് നമ്പേഴ്സ് നോട്ട് ബുക്കിൽ എവിടെയെങ്കിലും എടുത്ത് എഴുതി വെക്കണം നിങ്ങൾ. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ആണ്. ഞാൻ മൈക്ക് നോട്ട് ചെയ്തിട്ട് എല്ലാവർക്കും പറയാനുള്ള അവസരമാണ്. എത്രയാണ് മക്കള്? 1 തന്നെയാണ്. അപ്പൊ 2 ക്യൂബ് എത്രയാണ്? 2 ക്യൂബ് 8. ഇനി 3 ക്യൂബ് എത്രയാണ്? 27. 27. വെരി ഗുഡ്. വാട്ട് ഈസ് 4 ക്യൂബ്? ഇവിടെ എഴുതിയത് വായിച്ചാൽ മതി. ഞാനിവിടെ എഴുതാം. 4 ക്യൂബ് എത്രയാണെന്ന്? 5 ക്യൂബ് 125. 125. അങ്ങനെ ധൈര്യമായിട്ട് പറയും 125 എന്നാ. വാട്ട് ഈസ് 6 ക്യൂബ്? 343. 6 ക്യൂബ് 6 ഇൻറ്റു 6 ഇൻറ്റു 6 എത്രയാണ്? എല്ലാവരും 6 ഇൻറ്റു 6 എത്രയാണ്? 216 ആണ്. വെരി ഗുഡ്. കണ്ടോ കുറെ കുട്ടി കോസ്റ്റ് അല്ലാത്ത കുട്ടികൾ മറുപടി പറയുന്നത് നോക്കൂ നിങ്ങൾ. വാട്ട് ഈസ് 7 ക്യൂബ്? 343. വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? യെസ്. അപ്പോൾ അടുത്തത് വാട്ട് ഈസ് 8 ക്യൂബ്? വേറെ പറട്ടെ. 512. 500 ക്യൂബ് 729. എല്ലാരും 729 ആണ്. വാട്ട് ഈസ് 10 ക്യൂബ്? അതെല്ലാവർക്കും അറിയാം. 10 ക്യൂബ് എത്രയാണ്? 1000. Okay. And what is 7 cube? 1331 ആണ്. 1331. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആരാധ്യം മൈക്ക് മ്യൂട്ട് ചെയ്യും പ്ലീസ്. 133. അവിടുന്ന് ശബ്ദം വരുന്നു. വാട്ട് ഈസ് 12 ക്യൂബ്? രാമാനുജ സംഖ്യയിൽ നിന്ന് 1729 എന്ന രാമാനുജ സംഖ്യയിൽ നിന്ന് 1729 എന്ന രാമാനുജ സംഖ്യയിൽ നിന്ന് 1 കുറച്ചാൽ 12 ക്യൂബ് കിട്ടും. 12 ക്യൂബ് കിട്ടും. അപ്പൊ എത്രയായിരിക്കും 12 ക്യൂബ്? മക്കൾ പറയുന്നത്
ആരാധ്യയുടെ ഫോണിൽ മൊത്തം വരുന്നുണ്ട്. കൃഷ്ണേന്ദുവിലേക്ക് പോവാം. കൃഷ്ണേന്ദു, ഞാൻ പറയുന്ന ഡേറ്റ് പറയാമോ? യെസ്, പറയൂ. ഞാൻ പറയുന്ന ഡേറ്റ് പറയും മോളെ. 1 8 27 64 125 216 343 512 then what was 729 1000 1331 1728. മോക്കറിയാമോ, ഞാനിപ്പോ 12 വരെയുള്ള ക്യൂബിക് നമ്പറാണ് പറഞ്ഞത്. എന്നാണ് മോൾ ഇത് കംപ്ലീറ്റ് ബൈഹാർട്ടാക്കുക? 12 വരെ 1729 എന്ന സംഖ്യയിൽ നിന്ന് 7 സംഖ്യ കുറച്ചാലാണ് 1728 എന്ന 12ന്റെ ക്യൂബ് കിട്ടുക എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. പറയല്ല മക്കളും കൂടി ഒന്നിച്ച് എത്രയാണ്? ഒന്ന്. അപ്പൊ നമ്മുടെ ആൻസർ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് 1728 12ന്റെ ക്യൂബ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചത് എന്ന് തിരിച്ചറിയുക. ഇനി ക്യൂബിക് നമ്പറായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് വന്ന മറ്റൊരു ചോദ്യം ഞാൻ പറയാം. ക്യൂബിക് നമ്പറായിട്ട് ബന്ധപ്പെട്ട മുൻ വർഷങ്ങളിൽ വന്ന വേറൊരു ചോദ്യം, അത് എല്ലാവരും കൂടി എഴുതിയെടുത്തോളൂ. ചോദ്യം ഇതാണ്, ഒരു പാറ്റേൺ ആയിട്ട് തരുന്നു. മത്സര പരീക്ഷയ്ക്ക് ഒരു പാറ്റേൺ ആയിട്ട് തരുന്നു. 1 3 5 7 9 11 എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സിന്റെ ഘോഷയാത്രയാണ്. 13 15 17 19 എന്നിട്ട് പറയും ഇതിങ്ങനെ അങ്ങ് പോയാൽ ഈ ഇറ്റ് കണ്ടിന്യൂസ്, ഇതങ്ങ് തുടർന്ന് പോയാൽ. ചോദ്യം ഇതാണ്, 20ാമത്തെ വരിയിലെ ഓൾ നമ്പേഴ്സ്, എല്ലാ നമ്പേഴ്സിന്റെയും sum. What is the sum of all the numbers in the 20th line? 20ാമത്തെ വരിയിലെ എല്ലാ സംഖ്യകളുടെയും തുക എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങളുടെ മറുപടി എന്താണ്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. 8000. 8000 കറക്റ്റ് ആണ്. കണ്ടോ? ഇവിടെയും ക്യൂബിക് നമ്പർ ആണെന്ന് അറിയണമെങ്കിൽ 1ാമത്തെ വരിയിൽ കൂട്ടിയാൽ 1, 2ാമത്തെ വരി കൂട്ടിയാൽ 8, 3ാമത്തെ വരി കൂട്ടിയാൽ 27 3ന്റെ ക്യൂബ്, 4ാമത്തെ വരി കൂട്ടിയാൽ 4ന്റെ ക്യൂബായ 64 കിട്ടുന്നു. 5ാമത്തെ വരിയിൽ 5ന്റെ ക്യൂബ്. അങ്ങനെയാകുമ്പോൾ 20ാമത്തെ വരിയിലെ 20ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 20 × 20 × 20. ഒരു സംഖ്യയെ 3 പ്രാവശ്യം എഴുതി ഗുണിച്ചതിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് ഈ ക്യൂബുകൾക്കൊക്കെ പറയുന്ന കാര്യം. അതാണ്. ഇനി മക്കളോട് ഇന്നത്തെ ഇതിന്റെ ഒരു ഹോംവർക്ക് ഞാൻ തരികയാണ്. ആ ചോദ്യം മക്കളൊന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനാകുമോ എന്ന് നോക്കൂ. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതാണ് എന്ന് ഓർമ്മിക്കും. ക്യൂബ് റൂട്ട് ഓഫ് 4 lakh, അത് 4,21,875.
4,21,875 ക്യൂബ് റൂട്ട് എത്രയാണെന്നാണ് ചോദ്യം. ഘന മൂലം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സാധനം. അപ്പം ഇത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് ചെയ്യാനാകുമെന്ന് നോക്കൂ. ഒരു മോഡൽ ഞാൻ കാണിക്കാം. ഈ ചോദ്യം എഴുതി കഴിയാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മോഡൽ കാണിക്കും. ഇപ്പൊ നമുക്ക് 1000ന്റെ ക്യൂബ് റൂട്ട് നിങ്ങൾക്കറിയാം 10 നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ അങ്ങോട്ട് ഫാക്ടറൈസ് ചെയ്യാം. ആ 10 കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. ഇപ്പൊ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 500 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 250 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 125. 125നെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആള് 5ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 കിട്ടും. 25നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടും. ഇങ്ങനെ ഒരു പ്രൈം നമ്പറിലാണ് ഇത് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലോസ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കൂ, എത്ര 2കൾ ഞാൻ ഇവിടെ ഉപയോഗപ്പെടുത്തി? 2 × 2 × 2 3 2കൾ ഉണ്ടാവും ക്യൂബ് റൂട്ടുള്ള സംഖ്യ ആണെങ്കിൽ. പിന്നെ എത്ര 5കൾ ഉപയോഗപ്പെടുത്തി? ഇതാ ഇവിടെ കാണുന്നു. 5 × 5 × 5 എന്നെഴുതാം. സ്ക്വയർ റൂട്ടിന് 2 ഉപയോഗപ്പെടുത്തിയെങ്കിൽ ക്യൂബ് റൂട്ടിന് 3 ഉപയോഗപ്പെടുത്തി. എന്നിട്ട് ഇതിൽ ഏറ്റവും നല്ല ഒരു 2നെ നിങ്ങൾക്ക് ഒരാൾ മാത്രം സെലക്ട് ചെയ്ത് താഴോട്ട് ഇറക്കാം. 2. ഏറ്റവും നല്ല ഒരു 5നെ മാത്രം എടുത്തിട്ട് താഴോട്ട് ഇറക്കാം. 5. 2 × 5 എത്രയാണ് മക്കളെ? 10. അപ്പോൾ നമ്മുടെ 1000ന്റെ ക്യൂബ് റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് മറുപടി പറയും? 10 എന്ന് മറുപടി. ഇതേ രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് 5ൽ അവസാനിക്കുന്ന ആയതുകൊണ്ട് 5 കൊണ്ട് ചുരുക്കാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമം മക്കൾ നടത്തുക. ഒരു ചോദ്യം കൂടി ചെയ്യാൻ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ചോദ്യം കൊണ്ട് നമ്മളൊന്ന് കുറച്ചങ്ങ് ഇതായിപ്പോയി. സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇതാ വരുന്നു അടുത്ത ചോദ്യം. മക്കൾ മനസ്സിലാക്കി വെച്ചോളൂ അടുത്ത ചോദ്യം എന്താണ്. ചോദ്യം കൂടി നിന്ന് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. പരീക്ഷയുടെ സമയമായതുകൊണ്ട് എങ്ങനെയാണ് ക്ലാസ് വേണമെന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സ് ആലോചിച്ചിട്ട് പറയാം. ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് നടത്തുന്നതല്ലേ മക്കളെന്ന് പറയുന്നത്? ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് നടത്തുന്നതാണോ ക്ലാസ് നല്ലത്? ഓൺലൈൻ ക്ലാസ്? 75 സ്ക്വയർ റൂട്ട് ഓഫ് 75 സ്ക്വയർ പ്ലസ് 75 പ്ലസ് 76 എത്രയാണ്? അവിടെ തന്നെ ഉണ്ട് ഉത്തരം. അവിടെ തന്നെ ഉണ്ട്. 76 തന്നെയാണ്. ഇതിന് അവസാനം കാണുന്ന ഈ 76 ആയിരിക്കും ഉത്തരം. ഇത് അറിയണമെങ്കിൽ മക്കൾക്ക് പരീക്ഷ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റഫ് പേജില് ചെറിയ സംഖ്യ എടുത്ത് ചെയ്തു വെക്കാം. 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 4 എത്ര? അപ്പൊ മക്കൾക്ക് അറിയാം 3 സ്ക്വയർ 9 ആണെന്നും പ്ലസ് 3 ആകുമ്പോൾ 12 ആണെന്നും പ്ലസ് 4 ആകുമ്പോൾ 16 ആണെന്നും അറിയാം. ആ 16ന്റെ സ്ക്വയർ ഇട്ടതെന്ന് വെച്ചാൽ 4. ആ 4 ഈ അവസാനം കാണുന്നു. അങ്ങനെ ചെറിയ സംഖ്യ എടുത്ത് നോക്കിയിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തേണ്ടി വരും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇന്നിപ്പോ 2 ചോദ്യങ്ങളെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിനൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒറ്റ ചോദ്യം കൂടി തന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചോദ്യം ഇതാ എഴുതി വെച്ചോളൂ എല്ലാവരും. ഇപ്പൊ തന്നെ അതിന്റെ ആൻസർ ഞാൻ പറയാം. 5890 5870 അതിന്റെ സ്ക്വയറിൽ നിന്ന് സ്ക്വയർ ചെയ്യാന്ന് പോണ്ട നേരപ്പെടുത്തു
മൈനസ് ചെയ്യണം. 5889 സ്ക്വയർ മൈനസ് ചെയ്താൽ എത്രയാണെന്നാണ് ചോദ്യം. ആരാധ്യ, ആ ബോർഡ് പൂർണ്ണമായിട്ട് കാണുന്നുണ്ടോ മോളെ? അതെന്താ മോള് മിണ്ടാണ്ടിരിക്കുന്നത്? വെറുതെ അല്ലല്ലോ ഹോസ്റ്റായത്, അതൊന്ന് പറയണ്ടേ? അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ള കാര്യമൊക്കെ പറയണ്ടേ മോള്? ശരിയില്ല പൊട്ടെ. ഈ 5890 നിന്ന് 5889 സ്ക്വയർ കുറച്ചാൽ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഞാൻ തരാം. 11,000 ആണോ, അതല്ല 5889 ആണോ, അതല്ല 5890 ആണോ, അതല്ല 11,779 ആണ്? നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് ശരി. എത്ര കിട്ടിയവർക്ക് പറയാം. 11,779. 779 ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത അറിയോ നിങ്ങൾ? 5890-ഉം 5889 തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടിയതാണ് ഇത് കിട്ടുക. തൊട്ടടുത്ത എണ്ണസംഖ്യയാണ്. അപ്പൊ ഇവിടെയും നിങ്ങളെ സഹായിക്കാൻ 10ന്റെ താഴെയുള്ള സംഖ്യകൾ നിങ്ങൾക്ക് വരും. ഇപ്പൊ 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ കുറച്ചാൽ എത്ര എന്ന് ചോദിച്ചാൽ 4ന്റെ സ്ക്വയർ 16ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്. 16 9 കുറച്ച് 7 ആണ്. അതിന്റെ എളുപ്പമാർഗമാണ് ഈ 4ഉം ഈ 3ഉം തമ്മിലും കൂട്ടിയാൽ മതി. 4ഉം 3ഉം തമ്മിൽ കൂട്ടിയാലും 7 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ പറയൂ, 6ന്റെ സ്ക്വയറിൽ നിന്ന് 5ന്റെ സ്ക്വയർ കുറച്ചാൽ എത്ര? ഉറക്കെ പറഞ്ഞോളൂ എല്ലാവരും. 5 കൂട്ടിയാൽ മതി. അതുപോലെ ഈ കാര്യത്തിൽ നിങ്ങൾ പഠിക്കുന്ന സ്ക്വയർ നമ്പറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ദ ഡിഫറൻസ് ഓഫ്, ശരിക്കും ശ്രദ്ധിച്ചോളെ, the difference of two consecutive square number is equal to the sum of the natural number. The difference of two consecutive square number is equal to the sum of that natural number. അവ തമ്മിൽ കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പറയൂ, ഞാൻ മേലെ എഴുതിയ ഈ 4 അക്ക സംഖ്യകളെ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ നിങ്ങൾക്ക് ഉള്ള ഹോംവർക്ക് തരികയാണ്. ആ ഹോംവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ എഴുതി കാണിക്കാം, മക്കൾ അതൊന്ന് എഴുതിയെടുക്കുക. ഈ 3 പിന്നെ ഞാൻ ഇംഗ്ലീഷിലെ ചെറിയ അക്ഷരത്തിലുള്ള എക്സ് കൊടുക്കുന്നു. 3x 543 543. ഇത് ഒരു 5 ഡിജിറ്റ് നമ്പറാണ്. അത് എക്സിന്റെ വില കൊടുത്തിട്ടില്ല. 1 2 3 4 5 ഡിജിറ്റ് നമ്പറാണ്. ചോദ്യം ഇതാണ്, is a 5-digit number is a 5-digit number which is exactly divisible by 11. What is the digit x? Screen ഒന്ന് മൂവ് ചെയ്യൂ. ചോദ്യം ഒന്ന് വായിച്ചേ. Is a 5-digit number which is exactly divisible by 11. What is the digit x? ശ്രദ്ധിച്ചോളൂ, 6ാം ക്ലാസ് പഠിച്ച കാര്യമാണ്. 3x 543 എന്ന സംഖ്യ ഒരു 5 അക്ക സംഖ്യയാണ്. അത് 11ന്റെ മൾട്ടിപ്പിളുമാണ്. പക്ഷെ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആകണമെങ്കിൽ ഈ എക്സിന്
നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുക? ഓപ്ഷൻസ് ആർ 4, 5, 6 and 7. These are the options. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 2 ചോദ്യത്തിനുമുള്ള ആൻസർ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ വരുമ്പോൾ അതിനിടയിൽ കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.